ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു പോട്രോണിക്സിൻ്റെ 22.5 വാട്ട് പവർ ബാങ്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പാക്കിങ്. ഇതിലൊരു പവർ ബാങ്ക്, ഒരു സി ടൈപ്പ് ടു സി ടൈപ്പ് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയ കാർഡ്, വാറണ്ടി കാർഡ് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഫിനിഷിംഗ് ഉണ്ട്. ഇത് എഴുതി കാണിക്കുന്ന ടൈപ്പാണ്. പക്ഷേ എഴുതി കാണിക്കുന്നതിൻ്റെ വെട്ടം, തെളിച്ചം അത്ര പോരാ. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണം. അതിൽ ഫോട്ടോയിൽ കാണുന്നത് കുറച്ച് ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, വളരെ ഇതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഈ പവർ ബാങ്ക് ഒന്ന് ചാർജിലിട്ട് നോക്കാം. പവർ ബാങ്ക് ചാർജിലിട്ട് നോക്കണം. ഇതിൽ നമുക്ക് 9.2 വോൾട്ട്, 9.12 വോൾട്ട്, 1.86 ആംപിയർ എടുക്കുന്നത്. അപ്പം ഏകദേശം ഒരു 18 വാട്ട് അടുപ്പിച്ച ഇതിൻ്റെ ചാർജിങ് സ്പീഡ് ഇത് കാണിക്കുന്നത്, വാട്ടേജ്. ഇതിലൊരു പച്ച ഇൻഡിക്കേഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ക്വിക്ക് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പവർ ബാങ്ക്. അപ്പം നമുക്ക് ഇതിലെടുത്തിരിക്കുന്നത് 9.12 വോൾട്ട്, 1.8 ആംപിയർ എടുക്കുന്നത്. 18 വോൾട്ട് അടുപ്പിച്ച് 18 വാട്ട് അടുപ്പിച്ച് നമുക്കിതിൽ പവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ബട്ടൺ, നമ്മൾ ചാർജ് അറിയാനുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ പച്ച കളർ ഓഫായി. പച്ച കളർ ഓഫാകുമ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ 5 വോൾട്ട്, അതായത് നോർമൽ ചാർജിങ്ങിലോട്ട് മാറി. അത് 1.8, അതായത് ഒരു 10 വാട്ടാണ് ഇപ്പം ഇതിൽ ചാർജിങ്. അതായത് ക്വിക്ക് ചാർജിങ് അല്ല, നോർമൽ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പവർ ബാങ്ക്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതിൽ കത്തും. ഇത് വീണ്ടും ഇതിൽ ക്വിക്ക് ചാർജിങ്ങിലോട്ട് പോകും. ഇപ്പോൾ ഒരു ഫോണ് നമ്മൾ ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ 8.45 വോൾട്ട്, 1 ആംപിയർ, അതായത് 9 വാട്ടേ എടുക്കുന്നുള്ളൂ. 9 വാട്ടിലാണ് ചാർജ് ചെയ്യുന്നത്. 22.5 അവർ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ക്വിക്ക് ചാർജ് എനേബിൾ ആയിട്ടിരിക്കുകയാണ്, PD ചാർജ്. നമ്മൾ പക്ഷേ ഇതിൽ നോർമൽ ചാർജിങ് കാണിക്കുന്നത്. നമ്മൾ പക്ഷേ C കൊടുക്കുമ്പോൾ അത് ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് C കൊടുത്തിരിക്കുകയാണ്. നമുക്കിത് C പോകുമ്പോൾ എത്രയാണ് ഇതിൽ കറണ്ടും വോൾട്ടേജ് എടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ അത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഇല്ല. പക്ഷേ ഇതിൽ C വഴി സാധാരണ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് നടക്കാറാണ് ഉള്ളത്. ഇതിൻ്റെ ഈ വയറ് അത്ര ക്വാളിറ്റി തോന്നുന്നില്ല. അതിൽ ഡിസ്പ്ലേയിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഡിസ്പ്ലേ അത്ര പോരാ, അതിൻ്റെ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ, POR 2087. കപ്പാസിറ്റി 10,000 mAh ആണ്. അതിൽ ഇൻപുട്ട് 5 വോൾട്ട്, 3 ആംപിയർ ആയിട്ടെടുക്കും. അല്ലാതെ തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ചാർജറാണെങ്കിൽ 9 വോൾട്ട്, 2 ആംപിയറും ഇൻപുട്ട് എടുക്കും. ഔട്ട്പുട്ട് വന്നിട്ട് 5 വോൾട്ട്, 3 ആംപിയർ, 9 വോൾട്ട്, 2.2 ആംപിയർ, 12 വോൾട്ട്, 1.67 ആംപിയർ. 3 ടൈപ്പ് സിയിൽ നിന്ന് വരുന്നുണ്ട്. USB A ടൈപ്പ് ഔട്ട്പുട്ടിൽ നിന്നാണെങ്കിൽ 5 വോൾട്ട്, 3 ആംപിയർ, 9 വോൾട്ട്, 2 ആംപിയർ, 10 വോൾട്ട്, 2.25 ആംപിയർ, 12 വോൾട്ട്, 1.5 ആംപിയർ. ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 2 ഔട്ട്പുട്ടുണ്ട്. ഒന്ന് C ടൈപ്പും ഒന്ന് USB A ടൈപ്പും. ഇൻപുട്ട് ഈ C ടൈപ്പ് തന്നെ നമുക്ക് കൊടുക്കാം. ഈ C ടൈപ്പിൽ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ ഇത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ടോട്ടൽ ഔട്ട്പുട്ട് 22.5 വാട്ട് മാക്സിമം. അതിൻ്റെ മാക്സിമം 22.5 വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ